പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനം വലിയൊരു ബ്ലെസ്സിങ്, വലിയൊരു കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു പ്രാർത്ഥന റിക്വസ്റ്റ് അച്ഛൻ നേടുകയാണ് കേട്ടോ, നേടുകയാണ്. വരുന്ന ഞായറാഴ്ച ജൂൺ മാസം 15-ാം തീയതി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് നമ്മുടെ ഏങ്ങണ്ടിയൂർ സെൻറ്റ് തോമസ് ദേവാലയത്തിലെ നമ്മളൊരു വിടുതൽ ശുശ്രൂഷ, പ്രത്യേകിച്ച് 1-ാം പ്രമാണത്തിൻ്റെയും 6-ാം പ്രമാണത്തിൻ്റെയും പ്രമാണങ്ങളുടെയൊക്കെ ലംഘനം വഴി കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നുണ്ട്. വൈകിട്ട് നമ്മളൊരു 4:15 കഴിഞ്ഞ് ജപമാലയോടുകൂടി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ജപമാലയോട് കൂടിയിട്ടാണ് ആ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. 5 മണിക്ക് കുർബാന, അങ്ങനെ തുടർന്ന് ശരിക്കും പ്രാർത്ഥിച്ച ഓരോ മേഖലകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ബലി അർപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം എന്ന നിലയ്ക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഇന്നലെ തുടങ്ങി ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങി, തിങ്കളാഴ്ച തുടങ്ങി വൈകിട്ട് 6:30 തുടങ്ങി 7 മണി വരെ നിശബ്ദ ആരാധന, 7 to 8 വരെ ലീഡിങ് അഡോറേഷൻ വിത്ത് റോസറി. അപ്പം അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേക പ്രാർത്ഥനയിൽ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഫിലിപ്പി 2:3. അവിടെ വചനം പറയാണ്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അതായത് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കെണിയിൽ പെടും. മാത്സര്യ ബുദ്ധി, അത് ഭയങ്കര നെഗറ്റീവാണ് ആ വാക്ക്. അതുപോലെ വ്യർത്ഥാഭിമാനം മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഈ 2 തിന്മകൾ, മാത്സര്യം, വ്യർത്ഥാഭിമാനം, ഇത് മൂലം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും സ്വർഗത്തിൽ എനിക്കതിനൊന്നും പ്രതിഫലമില്ല. ഞാൻ എന്തൊക്കെ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ നമുക്കതിന് പ്രതിഫലമില്ല. സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്ന വിധത്തിലെ കർത്താവെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിനം വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു മാധ്യസ്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കേട്ടോ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.